കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ പ്രധാന ചർച്ച പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളും അതിന്റെ ചർച്ചകളൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഓട്ടോറിക്ഷയാണ് ഇന്നത്തെ ഒരു വാർത്ത. ഇത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് നിന്ന് കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഈ ഓട്ടോറിക്ഷ ഇത് പി വി അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാക്കി മാറ്റുകയാണ്. 3 യുവാക്കൾ, ആ 3 പേരും ഇപ്പോൾ കൂടെയുണ്ട് അല്ലേ? സൽമാൻ, യൂസഫ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ, എന്തുകൊണ്ടാണ് ഈ പി വി അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്ര തീരുമാനിക്കുന്നത്? നമ്മള് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു തൊട്ടടുത്ത് കഴിഞ്ഞൊരു 2 ദിവസമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ ഇത് ഓൾറെഡി നമ്മളൊരു 3-4 രാജ്യങ്ങൾ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടി ഓർഡർസ് ആയിട്ടും. അപ്പൊ അതിന്റെ ഒരു ട്രെയിലാണ് സംഭവം. ഒരു ഇന്ത്യ ഫുള്ളായിട്ട് അങ്ങനെ ഒരു 6 മാസത്തെ പരിപാടി ഉണ്ട്, 2 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലാണ് ഇപ്പൊ ഈ സംഭവം നമ്മൾ അടിക്കാൻ വിചാരിച്ചത്. അപ്പൊ അതിന്റെ അടിയിലാണ് ഇപ്പോൾ അൻവർക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളെ ഒരു വികാരമാണ് മൂപ്പര് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ഞാനങ്ങനെ ഭയങ്കര രാഷ്ട്രീയ നിരീക്ഷകനോ അങ്ങനെയൊന്നും ഒരാളൊന്നല്ല. പേരിനൊരു ചുമ്മാ CPM അനുഭാവി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലീഗിന്റെ അനുഭാവിയാണ്, ഇവർ CPMന്റെ അനുഭാവിയാണ്. വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ അൻവർക്ക് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കുഴിമന്തി കഴിക്കലും യാത്രയും പരിപാടിയൊക്കെ തന്നെയാണ് ഇപ്പോൾ സാധാരണ യുവാക്കളെ പോലെ നമ്മളും പരിപാടിയൊക്കെ തന്നെയാണ്. അതിൽ തന്നെ പെട്ട ആൾക്കാരാണല്ലേ? അതിൽ തന്നെ പെട്ട ആൾക്കാരാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് 100% ശരിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്ക് പോലും പാർട്ടിന്റെ ഓരോ കാര്യങ്ങളോട് വലിയ താല്പര്യങ്ങളൊന്നും നമ്മൾ ന്യൂസ് ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ന്യൂസൊക്കെ ഇത്രത്തോളം കാണൽ തുടങ്ങിയത്. അപ്പോൾ ഈ കാര്യത്തിൽ 100% നമ്മൾ അൻവർക്കാർക്ക് ഒപ്പം ഉണ്ട്. അപ്പൊ അങ്ങനെ യാത്ര പോകുമ്പോൾ ഇപ്പോൾ തോന്നിയ ഐഡിയ എന്നാൽ മൂപ്പര് ഇതും വെച്ചുകാണ്ട് മൂപ്പർക്കൊരു സപ്പോർട്ട് കൊടുക്കാന്നുള്ള സപ്പോർട്ടും കൂടി കൊടുത്ത യാത്രയാക്കി മാറ്റി. സപ്പോർട്ടും കൂടി കൊടുത്തുള്ള യാത്രയിൽ നമ്മൾ അൻവർക്കാനും കൂടെ ഉൾപ്പെടുത്തുകയാണ്. പൊതുജനങ്ങള് പറയാൻ വിചാരിച്ച കാര്യങ്ങളാണ് മൂപ്പര് പറഞ്ഞത്. നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതേതരത്വ രാജ്യമാണ്. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസൽമാനൊക്കെ ഒരുപോലെ അദ്ദേഹം പറയുന്നതിനോട് മൊത്തം ഐക്യപ്പെടുകയാണ്. മൂപ്പര് അവിടെ 2018 മുതൽ നമ്മൾ മൂപ്പരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ ഒരു കവളപ്പാറ ദുരന്തം അങ്ങനത്തെ ടൈമിലൊക്കെ മൂപ്പര്, പിന്നെ ഞാൻ നിലമ്പൂര് പോയിട്ട് വർക്ക് ചെയ്ത ആളാണ്. 1 മാസത്തോളം നിലമ്പൂരം വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അഭിപ്രായമൊക്കെ അത്രത്തോളം നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആളുകൾ പറയുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ CPM അനുഭാവികളൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലും പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കായിട്ടുണ്ടോ? ഞാന് പിന്നെ നമുക്കൊരു ഇതില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ചവിട്ടിത്താത്തലാണ്. ഞാൻ 1-2 നമുക്ക് അതിന്റെ ചെറിയ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത്ര മെയിൻ്റെ ചെയ്യില്ല കാര്യങ്ങളായിട്ട്. യാത്ര എപ്പോഴാണ് ആരംഭിക്കുന്നത്? യാത്ര ഇപ്പൊ നേരെ പോവാണ്. ആദ്യം തിരുവനന്തപുരം അല്ല, സ്ട്രൈറ്റ് പാലക്കാട്, പിന്നെ അവിടുന്ന് പിന്നെ തൃശ്ശൂര്, കൊച്ചി. പോകുന്ന വഴിക്ക് ഇപ്പോ അൻവർ ഉയർത്തിയ കാര്യങ്ങളൊക്കെ വേറെ ആരോടും ജനങ്ങളോട് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പരിപാടി നമ്മള് വിചാരിച്ചില്ല. നമ്മളൊരു യാത്രന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കൂട്ടുപിടിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കണു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ട്രാവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് മാസങ്ങൾ തീരുമാനിച്ച ട്രാവലാണ്. നമ്മൾ പറഞ്ഞ ഓൾ ഇന്ത്യന്റെ പരിപാടി. അപ്പൊ അതിലൂടെ ഇപ്പോഴത്തെ വിഷയം മൂപ്പരാണ്. കാരണം മൂപ്പർക്ക് നമ്മള് പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് ഈ കാര്യത്തില്. അപ്പൊ പിന്നെ മൂപ്പരനെ പറഞ്ഞല്ലോ, ജനങ്ങളാണ് വലുത്. ആ ജനങ്ങളപ്പുറത്തേക്ക് വന്നു ജനങ്ങളെ മനസ്സ് ഉൾക്കൊള്ളേണ്ട ഒരാളാണ്, മനസ്സിലാക്കുന്ന ഒരാളാണ് പി വി അൻവറാക്ക. അതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാല് അതില് തുല്യതയാണ്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതില് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നമുക്ക് അതിനോടാണ് താല്പര്യം. അപ്പൊ ഇപ്പോൾ പി വി അൻവർ ഉയർത്തിയ ആശയങ്ങളോട് ഐക്യപ്പെട്ട് അത് ഇവരുടെ യാത്രയിൽ അൻവറിന്റെ ഈ ഒരു മലയാളികളുടെ പൊതുവികാരം പ്രകടിപ്പിച്ച ഒറ്റക്കൊമ്പൻ എന്നുള്ള ഈ പോസ്റ്റ് കൂടി വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അർഷാക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.